Good afternoon. നമ്മൾ ഡിസൈൻ ഓഫ് വെൽഡ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ നോട്ട് ഞാനൊരു ഡേറ്റ് പറയാം, അന്ന് സബ്മിറ്റ് ചെയ്യാം മൊത്തം. അതുപോലെ തന്നെ ഇതിൽ നിന്നൊരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ കൂടെ തരാം. ഓക്കെ, ഇന്നും കുറച്ചുകൂടെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ് തൊട്ട് സെക്കൻഡ് മൊഡ്യൂളിലോട്ട് കടക്കാം. സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ഡിസൈൻ ഓഫ് ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പേഴ്സ് ആണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് ടെൻസൈൽ മെമ്പേഴ്സിന്റെ ഡിസൈൻ വെൽഡഡ്, ബോൾട്ടഡും പിന്നെ കംപ്രഷൻ മെമ്പേഴ്സിന്റെ ഡിസൈനുമാണ്. നമുക്ക് നോക്കാം, ഈസിയാണ്. ഇക്വേഷൻസ് ഓൾമോസ്റ്റ് എല്ലാം കോഡിലുണ്ട്. എനിവേ നമുക്ക് ഇന്ന് വെൽഡഡ് കണക്ഷന്റെ കുറച്ച് പ്രോബ്ലംസ് കൂടി, പ്രീവിയസ് ആയിട്ട് വന്ന പ്രോബ്ലംസും അല്ലാത്ത ഒരു പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Calculate the design strength of welded joint if the size of weld is 6 mm and its length is 240 mm. The ultimate stress is in the weld is 410 MPa. Assume the conditions are made in workshop. Question simple ആണ്. Strength of welded joint ആണ്. ഇവിടെ വെൽഡ് ജോയിന്റ് സ്ട്രെങ്ത് ഫില്ലറ്റ് വെൽഡ് തന്നെയാണ് ഉദ്ദേശിച്ചത്. ഡിസൈൻ സ്ട്രെങ്ത് കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സൈസ് ഓഫ് വെൽഡ് 6 mm തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് വെൽഡ് LW തന്നിട്ടുണ്ട്, അൾട്ടിമേറ്റ് സ്ട്രെസ് FU 410 MPa തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. FU is 410 Newton/mm². Okay, then gamma MW assume conditions are wide in workshop എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ gamma MW നമുക്കറിയാം 1.25. അത് ഷോപ്പ് ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണെങ്കിൽ ഇത് 1.5 ആവും. ഓക്കെ, സൈസ് ഓഫ് വെൽഡ് S ആണ് ഡിനോട്ട് ചെയ്യുക, അത് 6 mm. ലെങ്ത് ഓഫ് വെൽഡ് 240 mm. സോ വി ഹാവ് ത്രോട്ട് തിക്നെസ്. നമ്മൾ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് 60 to 90 ഡിഗ്രി അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ 0.7 അല്ലേ. നോർമലി നമ്മൾ 0.7 തന്നെയാണ് എടുക്കുക. അപ്പോൾ ത്രോട്ട് തിക്നെസ് T equal to 0.7 into 6, that is 4.2 mm. ഗിവൺ ഡാറ്റാസ് നമ്മൾ എഴുതി. സിമ്പിൾ ആണ്, നമുക്ക് അറിയുന്ന ഇക്വേഷൻ FU/√3 gamma MW into T into LW. ഡിസൈൻ സ്ട്രെസ് into ക്രോസ് സെക്ഷണൽ ഏരിയ, that is design strength. Okay, so FU/√3 gamma MW T into LW 410 into 4.2 into 240 divided by √3 into 1.2, that is 190.88 kilonewton. ഇവിടെ ക്വസ്റ്റ്യനിൽ ആൻസർ എത്രയേ ഉള്ളൂ, 190.88 kilonewton. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡിസൈൻ സ്ട്രെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ സ്റ്റെപ്പുകൾ തന്നെ ചെയ്യാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, വാട്ട് ഈസ് ദ അലോവബിൾ ലോഡ് അല്ലെങ്കിൽ സേഫ് ലോഡ് ദാറ്റ് കൻ ബി ട്രാൻസ്മിറ്റഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് ദാറ്റ് കൻ ബി ട്രാൻസ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. ഡിസൈൻ ലോഡ് ആണെങ്കിൽ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എന്നാൽ സേഫ് ലോഡ് അല്ലെങ്കിൽ അലോവബിൾ ലോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ദാറ്റ് ഈസ് 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്. Calculate the safe load transmitted by a shop welded joint if the size of weld is 5 mm and its length is 250 mm. The ultimate shear stress of the weld is 410 MPa. ഇവിടെ 410 MPa. നമുക്കറിയാം ഫില്ലറ്റ് വെൽഡുകൾ ഫെയിൽ ചെയ്യുന്നത് ഷിയർ ആണ് കേട്ടോ. അതെപ്പോഴും ഓർത്തിരിക്കണം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം നമ്മൾ ഫില്ലറ്റ് വെൽഡുകൾ ഇവിടെയാണ് ഒരു വെൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇവിടെ വെൽഡ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. ഈ രണ്ട് മെമ്പറിലും ഒന്നെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ വരാം. ടെൻസൈൽ ഫോഴ്സുകൾ വരുമ്പോൾ എന്താണ്, ഇത് ഷിയർ ചെയ്ത് അല്ലെ, ഈ വെൽഡ് ഷിയർ ഓഫ് ചെയ്ത് പോവാനാണ് ചാൻസ്. അതുകൊണ്ടാണ് ഷിയർ സ്ട്രെസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഷിയർ സ്ട്രെങ്ത്തുകളാണ് നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, ബേസ്ഡ് ഓൺ ഷിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ഡാറ്റാസ് നോക്കാം. FU 410 Newton/mm². ഗാമ MW നമുക്ക് ഷോപ്പ് വെൽഡ് ജോയിന്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഗാമ MW വിൽ ബി 1.25. സൈസ് ഓഫ് വെൽഡ് ഈസ് S 5 mm. ഓക്കെ, ലെങ്ത് ഓഫ് വെൽഡ് ഈസ് LW 250 mm. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ വീഡിയോയിൽ പറയുമ്പോൾ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ടാവും. നിങ്ങൾ അത് നോട്ടിൽ അപ്പൊ തന്നെ നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയിട്ട് പോവുക, കോപ്പി ചെയ്യരുത്. ഓക്കെ, അതിനാണ് സെയിം പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് വീണ്ടും ചെയ്യിക്കുന്നത്. കൂടുതൽ നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുവർ ആയിട്ടും ഇതിന്ന്
ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ലെങ്ത് ഓഫ് വെൽഡ് 250 mm. വി ഹാവ് ത്രോട്ട് തിക്നെസ് T ഈക്വൽ ടു, ഇവിടെ 5 mm എന്ന് തന്നിട്ടുണ്ട് സൈസ്. സോ ത്രോട്ട് തിക്നെസ് 0.7 into S, that is 0.7 into 5, that is 3.5 mm. 3.5 mm. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസൈൻ സ്ട്രെങ്ത് ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ലോഡ് കിട്ടും അല്ലെ. ഡിസൈൻ സ്ട്രെങ്ത് കിട്ടും, നമുക്കറിയാം ഇക്വേഷൻ FU/√3 ഗാമ MW into T into LW അല്ലെ. FU/√3 ഗാമ MW into T into LW, that is 410 into 3.5 എന്താണ് ത്രോട്ട് തിക്നെസ് T, LW 250, ഓക്കെ, by √3 into 1.25. സോ ഫാബ്രിക്കേഷൻ ആയതുകൊണ്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വിൽ ബി 1.25. സോ 165699.53 Newton, that is 165.7 kilo Newton ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, സേഫ് ലോഡ്, അതുകൊണ്ട് നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് കിട്ടി അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് കിട്ടി. സോ സേഫ് ലോഡ് വിൽ ബി അൾട്ടിമേറ്റ് ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ദാറ്റ് ഈസ് 165.7 ഡിവൈഡഡ് ബൈ 1.5, that is 110.47 kilonewton. ഈ ഒരു പർട്ടിക്കുലർ വെൽഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാവുന്ന സേഫ് ലോഡ്, അലോവബിൾ ആയിട്ടുള്ള ലോഡ് എന്ന് പറയുന്നത് 110.47 kilonewton ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. ഇത് രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് വന്നതാണ്, ഒന്ന് പാർട്ട് സിയിലും ഒന്ന് പാർട്ട് ബിയിലും. ഓക്കെ, ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസൈൻ ചെയ്ത ഒരു ക്വസ്റ്റ്യന് ഒന്നുകൂടെ നോക്കാം. അതിൽ വേറൊരു ടേമിൽ പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ക്വസ്റ്റ്യൻ, a tie member of a roof truss consists of two ISA 90/60/10 mm connected to either side of a gusset plate through the longer legs. Okay. Design the fillet welder joint if the yield stress and ultimate stresses are 250 MPa and 410 MPa. ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്, അതിന്റെ രണ്ട് സൈഡിലും രണ്ട് ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ലോങ്ങർ ലെഗ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ലോങ്ങർ ലെഗ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ISA ആംഗിൾ 90/60 ആണ്, അതുകൊണ്ട് 90 എന്ന് പറയുന്ന ലെങ്ത് ഉള്ള ആംഗിൾ ആണ് ഗസറ്റ് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് ആംഗിൾ ഉണ്ട്, അത് ഏതർ സൈഡ് ഓഫ് ദി ഗസറ്റ് പ്ലേറ്റ്, ഗസറ്റ് പ്ലേറ്റിന്റെ രണ്ട് സൈഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്, ഗസറ്റ് പ്ലേറ്റിന്റെ രണ്ട് സൈഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മുടെ ഫാക്ടേർഡ് ലോഡോ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ലോഡ് പറഞ്ഞിട്ടില്ല, അതിന് പകരം അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഈൽഡ് സ്ട്രെസ്സും ആണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മെമ്പറിന്റെ, നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മെമ്പറിന്റെ ഡിസൈൻ സ്ട്രെങ്ത്തിന് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. നമുക്കറിയാം ഈൽഡിംഗ് ഓഫ് ഗ്രോസ് സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മെമ്പറിന്റെ, ആ ഒരു പർട്ടിക്കുലർ മെമ്പറിന്റെ ഈൽഡിംഗ് ഓഫ് ഗ്രോസ് സെക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്ട്രെങ്ത് ഉണ്ടാവും, അതിനെന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അതാണ് ഇവിടെ ലോഡ് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റാസ് എന്തൊക്കെ നോക്കാം. FU ഈക്വൽ ടു 410 Newton/mm², FY ഈസ് 250 Newton/mm² തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് ഇവിടെ ഷോപ്പ് ഫാബ്രിക്കേഷൻ ആണോ ഫീൽഡ് ഫാബ്രിക്കേഷൻ ആണോ എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം, ഏതും അസ്യൂം ചെയ്യാം. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു ഇറ്റ് ഈസ് ഷോപ്പ് ഫാബ്രിക്കേഷൻ. സോ ഗാമ MW വിൽ ബി 1.25, ഗാമ MO വിൽ ബി 1.1. ഇനി ഡയഗ്രാം നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് 10 mm ആയിട്ട് തിക്കർ ഗസറ്റ് പ്ലേറ്റ് ഉണ്ട്, ISA 90/60/10 എന്ന് പറയുന്ന രണ്ട് ആംഗിൾ സെക്ഷൻസ് പ്ലേറ്റിന്റെ രണ്ട് സൈഡിലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതിന്റെ എലിവേഷൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കിട്ടണം, ഗ്രോസ് ഏരിയയും കിട്ടണം, സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ ഡിസ്റ്റൻസ്. ഓക്കെ, അത് രണ്ടും കിട്ടണം. അത് നമുക്ക് സ്റ്റീൽ ടേബിളിൽ നിന്ന് കിട്ടും. പേജ് നമ്പർ 14 ഒന്ന് നോക്കാം. ISA 90/60/10. 1 minute. ഇത് 90/60/10 ആയതുകൊണ്ട് അൺഈക്വൽ ആംഗിൾസ് ആണ്. അപ്പൊ അൺഈക്വൽ ആംഗിൾസിന്റെ പേജ് എടുക്കാം. ഓൾമോസ്റ്റ് 10 to 14, പേജ് നമ്പർ 14 ആണ് വരുന്നത്.
Okay, rolled steel unequal angles. 90/60 എന്ന് പറയുന്ന സെക്ഷൻസ് ഉണ്ട്. അതിൽ ഡെപ്ത് 10 thickness 10 ഉള്ളത്. 90/60/10. അവിടെ sectional area, gross area is 14.01 centimeter square and CXX is 3.04 centimeter. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കണം, നൊട്ടേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CXX എന്ന് പറയുന്നത് ലോങ്ങർ ലെഗ്, ഇവിടെ A into B ആണ്. A എന്ന് പറയുന്നത് 90, B 60. A എന്ന് പറയുന്ന സൈഡ് ആണ് ഇത്, ഫിഗറിൽ കാണാൻ പറ്റും. A എന്ന് പറയുന്ന സൈഡ് ഈ ഒരു സൈഡാണ്. ഓക്കെ, ഈ ഒരു സൈഡ്. ഓക്കെ, അപ്പോ A into B 90 into 60. 90 ആണ് ഈ വെർട്ടിക്കൽ ആയിട്ട് കാണപ്പെടുന്ന ലെഗ്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് CXX. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ എങ്ങാനും B എന്നുള്ള, അതായത് 60 mm സൈഡ് ആണ് കണക്ട് ചെയ്തിരുന്നതെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മൾ എടുക്കേണ്ടത് CYY ആയിരിക്കും. CYY. ഓക്കെ, CYY. അത് ശ്രദ്ധിക്കണം, CYY എടുക്കണം. നോർമലി ക്വസ്റ്റ്യനിൽ വലിയ ലെഗ് തന്നെയാണ് കണക്ട് ചെയ്യാറ്. അപ്പോൾ ഇതിൽ കാണപ്പെടുന്ന CXX ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ നമുക്ക് രണ്ട് വാല്യൂസ് ഇവിടുന്ന് പിക്ക് ചെയ്യണം. 90/60/10 ഇറ്റ് ഈസ് gross sectional area of gross section AG is 14.01. then center of gravity CXX is 3.04. okay, നമുക്ക് രണ്ട് വാല്യൂ ഇവിടെ പിക്ക് ചെയ്തിട്ടുണ്ട്. 3.04 that is 30.4 mm, 14.01 centimeter square that is 1401 mm square. okay, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ ഗവേൺഡ് ബൈ yielding ഓഫ് ഗ്രോസ് സെക്ഷൻ. ഇത് yielding ഓഫ് ഗ്രോസ് സെക്ഷൻ, അതുപോലെ തന്നെ ഷിയർ, ബ്ലോക്ക് ഷിയർ, ഇതിന്റെ ഓരോ ടൈപ്പ് ഫെയിലിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ സ്ട്രെങ്ത് ആണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. ഓക്കെ, then that is TDG equal to AGFI by gamma MO. AG is 1401 into 250 divided by gamma MO is 1.1. so you will get TDG as 318.41 kilonewton. ഇവിടെ ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെമ്പർ നമുക്ക് കിട്ടി 318.41. ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു ആംഗിൾ സെക്ഷൻ്റെതാണ്. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ സെക്ഷനിൽ വരുന്ന ലോഡ് കിട്ടി. സെയിം ആംഗിൾ തന്നെയാണ് ഗസറ്റ് പ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ആംഗിൾ സെക്ഷൻ്റെ അത് കണ്ടാൽ മതി, ലെങ്ത് ഓഫ് വെൽഡ്. അത് തന്നെ മറ്റതിന് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഒരു ആംഗിൾ സെക്ഷന്റെ ഡിസൈൻ സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കാരണം ഏരിയ, ഗ്രോസ് ഏരിയ ഒന്നിൻ്റെതല്ല കൊടുത്തു. ഓക്കെ, സോ ഫോർ ഈച്ച് ആംഗിൾ വെൽഡ് ഈസ് ഡിസൈൻ ടു ട്രാൻസ്മിറ്റ് എ ലോഡ് ഈക്വൽ ടു 318.41 kilonewton. സോ ഇനി നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് കണ്ടുപിടിക്കണം. അതിന് ആദ്യം എന്ത് ചെയ്യണം? സൈസ് ഓഫ് വെൽഡ്, ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ രണ്ടും 10 mm ആണ്. ആംഗിൾ സെക്ഷനും 10 mm ആണ്, ഗസറ്റ് പ്ലേറ്റും 10 mm ആണ്. അപ്പോ തിക്കർ പ്ലേറ്റ് എനിവേ 10 mm. സോ അത് കൺസിഡർ ചെയ്യുമ്പോൾ മിനിമം സൈസ് ഓഫ് വെൽഡ് ഈസ് 3 mm. മാക്സിമം സൈസ് ഓഫ് വെൽഡ് നമുക്കറിയാം, thickness of thinner plate minus 1.5. so 10 minus 1.5. ഇവിടെ 10 തിക്കറും തിന്നറും ഇല്ല, രണ്ടും സെയിം തിക്നെസ് ആണ്. 10 minus 1.5 that is 8.5. so assume size of weld 6 mm. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 6 assume ചെയ്യാം, അല്ലെങ്കിൽ 8 assume ചെയ്യാം. നമുക്ക് 6 mm assume ചെയ്യാം. ഓക്കെ, so throat thickness T equal to 0.7 into 6 that is 4.2 mm. നോർമലി നമുക്കറിയാം. So design strength of weld per mm length is FUT by √3 gamma MW into 1. ഒരു mm ലെങ്ത്തിൽ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു, പിന്നെ LW1 LW2 കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, സോ 410 into 4.2 divided by √3 into 1.25 that is 795.36 ന്യൂട്ടൺ പെർ mm ലെങ്ത്. ഒരു mm ലെങ്ത്തിൽ നമ്മുടെ പർട്ടിക്കുലർ വെൽഡിന്റെ ഡിസൈൻ സ്ട്രെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. സോ ടോട്ടൽ ഡിസൈൻ സ്ട്രെങ്ത് എന്തായിരിക്കും? നമ്മൾ ബോട്ടത്തിൽ LW1 ഉം ടോപ്പിൽ LW2 ആണ് ഡിസൈൻ ചെയ്തത്. സോ 795.36 into LW1 plus LW2. ഓക്കെ, ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദി മെമ്പറിന് ഇക്വേറ്റ് ചെയ്യുന്നു. സോ 795.36 into LW1 plus LW2 will be equal to 318.41 into 10⁻³ 318 kilonewton ആയതുകൊണ്ട് into 10⁻³. So we will get LW1 plus LW2 as 159. Sorry, ഇവിടെ 318 ആണ്.
318.41 318.41 എഡിറ്റ് ചെയ്ത് തരാം. 318.41 41 into 10⁻³ by 795.36 400.33 തന്നെയാണ് കിട്ടുക. ഇവിടെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക്. ഓക്കെ, 400.33. You will get 400.33 as total length of weld. ഇനി നമുക്ക് എന്ത് ചെയ്യണം? LW1 ഉം LW2 ഉം കിട്ടണം. So taking moment about bottom portion, നമ്മൾ moment about the bottom portion നമുക്കറിയാം എങ്ങനെ എടുക്കുന്നത്. മുകളിൽ ഇവിടെ ബോട്ടം പോർഷനിൽ LW1 ഉണ്ട്, ടോപ്പിൽ LW2 ഉണ്ട്. ഇപ്പൊ നമ്മൾ മൊമെന്റ് അബൌട്ട് ബോട്ടം എടുക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സെൻട്രോയിഡിൽ അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. LW2 വരുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് LW2 ഇൻറ്റു എന്താണ്, നമുക്ക് പെർ mm ലെങ്ത്തിലുള്ള ഫോഴ്സ് അറിയാം. അപ്പോൾ LW2 ലെങ്ത്തിൽ നമ്മൾ ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ബോട്ടത്തിലോട്ടുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് സെന്റർ ഓഫ് ഗ്രാവിറ്റി CXX ന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ അത് ഇക്വേറ്റ് ചെയ്യുന്നു. 795.36 ഇൻറ്റു LW2 ഇൻറ്റു 90 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ലെഗിലെ ഈ ലെഗ് വലിയ ലെഗ് ആണ് ഇവിടെ കണക്ട് ചെയ്തത്. ഇൻറ്റു 90 ഈക്വൽ ടു 318.41 ഇൻറ്റു 10⁻³ ഇൻറ്റു 13.4, ഈ വാല്യൂ CXX. ഓക്കെ, അങ്ങനെ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് LW2 കിട്ടും 135.22. നമ്മൾ അത് 136 ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, നമുക്കറിയാം LW1 പ്ലസ് LW2 ന്റെ വാല്യൂ 400.33 ആണ്. സോ LW1 വിൽ ബി 400.33 മൈനസ് 136, ദാറ്റ് ഈസ് 264.33, ദാറ്റ് ഈസ് 265 mm. ഇനി നിങ്ങൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നിങ്ങളിത് ഇത്ര ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിഗർ വരച്ച് ഈ LW1 ആൻഡ് LW2 ന്റെ എഴുതുന്നതിന് പകരം അവിടെ വാല്യൂസ് എഴുതി നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്നു. ഇവിടെ LW2 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 136. അവിടെ ഇവിടെ വാല്യൂ 136 mm എന്ന് എഴുതുക. ഇവിടെ താഴെ വാല്യൂ 265 mm എഴുതി കാണാറുണ്ട്. അത് ഒന്നുകൂടെ ഡീറ്റെയിലിംഗ് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ വൃത്തിയാവും. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രോബ്ലംസ്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പൊ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആംഗിൾ സെക്ഷൻ കണക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഇതായിരിക്കും മിക്കവാറും ചോദിക്കുക. അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു, ഫില്ലറ്റ് വെൽഡ്. ഇനി നമുക്ക് ബട്ട് വെൽഡുകൾ ഉണ്ട്. ബട്ട് വെൽഡിന്റെ ഡിസൈൻ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടില്ല. ബട്ട് വെൽഡിന്റെ കേസ് വരുമ്പോൾ കാര്യങ്ങൾ മാറും. ഷിയർ അല്ല ഫെയിലിയർ. അവിടെ ഫെയിലിയറിന്റെ ക്രൈറ്റീരിയ മാറും. ഈൽഡിംഗ് ഓഫ് ഗ്രോസ് സെക്ഷൻ ആയിരിക്കും ഫെയിലിയർ വരിക. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. എങ്കിലും കുറച്ച് രണ്ട് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് ബട്ട് വെൽഡിൻ്റെത് നിങ്ങൾ കണ്ടിട്ടില്ല, സിലബസിലും പറയുന്നില്ല. ഓക്കെ, ത്രോട്ട് തിക്നെസ് ആണ് ഇവിടെ. ബട്ട് വെൽഡിന്റെ ത്രോട്ട് തിക്നെസിനെ കുറിച്ചാണ് പറയുന്നത്. നോർമലി ഒരു ബട്ട് വെൽഡിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് ത്രോട്ട് തിക്നെസ്സിനെയാണ് സൈസ് സ്പെസിഫൈ ചെയ്യാറ് ത്രോട്ട് തിക്നെസിന്റെ ടേമിലാണ്. ഓക്കെ, ഇനി ഒരു സിംഗിൾ ഗ്രൂവ് ബട്ട് വെൽഡ് ആണെങ്കിൽ നമുക്കറിയാം ബട്ട് വെൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെമ്പർ ലൈൻ ടു ലൈൻ ആയിട്ട് അല്ലെ, ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് സർഫസ് പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു വെൽഡാണ് ബട്ട് വെൽഡ് അല്ലെ. രണ്ട് പ്ലേറ്റുകൾ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്നിട്ട് ഇവിടെ ഗ്രൂവ്സ് ഉണ്ടാക്കും അല്ലെ, ആ ഗ്രൂവ്സിൽ വെൽഡ് ചെയ്യും. അത് സിംഗിൾ ഗ്രൂവ് ആവാം, അല്ലെങ്കിൽ മുകളിലും താഴെയും ഡബിൾ ഗ്രൂവ് ആവാം. സിംഗിൾ ഗ്രൂവിന്റെ കേസിൽ ത്രോട്ട് തിക്നെസ് വിൽ ബി 5/8 തിക്നെസ് ഓഫ് സ്മോളർ പ്ലേറ്റ്. ഈ രണ്ട് പ്ലേറ്റുകളും നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അതിൽ സ്മോളർ പ്ലേറ്റ് ഏതാണോ അതിന്റെ 5/8 ടൈംസ് തിക്നെസ് ഓഫ് സ്മോളർ പ്ലേറ്റ് ആണ് ത്രോട്ട് തിക്നെസ് ഫോർ സിംഗിൾ ഗ്രൂവ് ബട്ട് വെൽഡ്. സിംഗിൾ ഗ്രൂവ് ബട്ട് വെൽഡിന്റെ കേസിൽ. ഇനി ഡബിൾ ഗ്രൂവ് ബട്ട് വെൽഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താ? ഡബിൾ ഗ്രൂവ് ബട്ട് വെൽഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഗ്രൂവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ ആണ്. അതായത് നമ്മളൊരു മെമ്പർ ഇത്രയും പോർഷനെ ഗ്രൂവ് ചെയ്യുള്ളൂ, അത്രേ പെനട്രേറ്റ് ആവുന്നുള്ളൂ. എന്നാൽ ഡബിൾ ഗ്രൂവ് എന്ന് പറയുന്നത് താഴെ മുകളിൽ നിന്നും ചെയ്യുന്നതുകൊണ്ട് കംപ്ലീറ്റ് പെനട്രേഷൻ സംഭവിക്കുകയാണെങ്കിൽ ത്രോട്ട് തിക്നെസ് T will be equal to thickness of smaller plate. thickness of smaller plate. ഓക്കെ, ബട്ട് വെൽഡിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇക്വേഷൻസ് എല്ലാം വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈൽഡിംഗ് ഓഫ് ഗ്രോസ് സെക്ഷൻ തന്നെയാണ്, ഈൽഡിംഗ് ഓഫ് ഗ്രോസ് സെക്ഷൻ വെച്ചിട്ടാണ് ബട്ട് വെൽഡിന്റെ ഡിസൈൻ പറയുന്നത്. ഓക്കെ,
നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം കണ്ടിട്ടില്ല. എനിവേ ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ കേസുകൾ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബോൾട്ട് വാല്യൂ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് അത് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് വെൽഡ്, ഇതാണ് ഇതിൽ മേജർ ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സ്ട്രക്ചറൽ സ്റ്റീൽ, അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. സ്ട്രക്ചറൽ സ്റ്റീലിന്റെ അത് നിങ്ങൾ അതിന്റെ യങ്സ് മോഡുലസ് എന്താണ്, അതിന് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, സ്ട്രക്ചറൽ സ്റ്റീൽ. ഇതിൽ സ്ഥിരമായിട്ട് വരുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് സെക്ഷൻസ് അവൈലബിൾ അല്ലെ, ചാനൽ സെക്ഷൻ, ആംഗിൾ സെക്ഷൻ, ഐ സെക്ഷൻ തുടങ്ങിയ അതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ, ഇതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ISMB, ISLB, ISHB, ISWB തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് സ്ഥിരമായിട്ട് ചോദിക്കുക. ഓക്കെ, അതൊന്ന് നോക്കുക. നമുക്ക് നിങ്ങൾ നോട്ട് സബ്മിറ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന്, ഡേറ്റ് ഞാൻ തരാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളെ S6 കൂടെ പാരലൽ ആയിട്ട് പതുക്കെ കൊണ്ടുപോകാൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അത്യാവശ്യം പ്രോബ്ലംസ് ചെയ്യിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് പ്രോബ്ലംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ഇതിൽ സെക്കൻഡ് മൊഡ്യൂൾ കുറച്ചുകൂടി ലെങ്തി ആണ്, ഫസ്റ്റ് മൊഡ്യൂളിനെ പോലെ അല്ല. തേർഡ് കുറച്ച് കുറവാണ്. അപ്പം സെക്കൻഡ് മൊഡ്യൂളിലോട്ട് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കടക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.